ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് സീസൺ 2 ആണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആയിരിക്കും. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹ്യൂണിനെയും ജൂണിനെയും മറ്റവന്മാരിട്ട് ഓടിക്കും. അങ്ങനെ ഓടി ഓടി ഒരു പോയിന്റ് എത്തുമ്പോൾ അവരെ കാണാതെയാവും. അവർ വേറൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇവിടെ ഒളിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയും. നീ ആ ഡോക്യുമെൻറ്റ്സ് എടുത്തോന്ന് ചോദിക്കുമ്പോൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പെട്ടെന്ന് ജുണ്ണിനെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് എടുക്കും അവന്മാർ. എന്നിട്ട് ചവിട്ടി കൂട്ടാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവൻ എസ്കേപ്പ് ആവുന്നു. ഹ്യൂണിനെയും അവിടുന്ന് പൊക്കും. ജുണ്ണിൻ്റെ അടുത്ത് നിന്ന് ഡോക്യുമെൻറ്റ്സ് മേടിച്ചെടുക്കാൻ നോക്കും. ഹ്യൂണിനാണെങ്കിൽ അവന്മാരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് ജോണിൻ്റെ അടുത്ത് നിന്ന് ആ ഡോക്യുമെൻറ്റ്സ് മേടിച്ചെടുത്ത് അവരെ കുറേ അടിക്കാൻ തുടങ്ങും. ആ സമയത്താണ് അവിടേക്ക് ബാക്കു വരുന്നത്. ഓരോന്നിനും ഓരോ വീതം വെച്ച് കൊടുക്കും. അവന്മാർ, നീ എന്താ ചെയ്യുന്നത്? നീ യൂണിയൻ്റെ ആളാണ്. അങ്ങനെ തല്ലാൻ നിൽക്കുമ്പോഴാണ് ബൈക്കിൽ നിന്നൊരാൾ പിന്നിലൂടെ അവൻ്റെ തലക്കടിക്കുന്നത്. പക്ഷെ അവിടം കൊണ്ടൊന്നും ബാക്കു വിട്ടുകൊടുക്കില്ല. ആദ്യത്തെ ഇടിക്ക് തന്നെ അവൻ്റെ കൂമ്പ് വാടും. ബാക്കു പിടിച്ച പിടി വിടുന്നുണ്ടാവില്ല. ഹ്യൂൺ കുറേ പറയും അവനെ വിടാൻ. അപ്പോഴാണ് ജുണ്ണിന് ഒരു കോള് വരുന്നത്. അത് സിയൂണാണെന്ന് അവൻ ബാക്കുവിനോട് പറയും. ശേഷം അവർ 3 പേരും ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവർ കാണുന്നത് സിയൂൺ അവിടെ അഡ്മിറ്റായി കിടക്കുന്നതാണ്. കൂടെ അവൻ്റെ അമ്മയും ഉണ്ടാവും. ആ റോഡിൽ സ്റ്റക്കായപ്പോൾ വേറൊരു വണ്ടി വന്ന് ഇടിച്ചതായിരിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. അവൻ്റെ അമ്മയോട് സിയൂണിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ സ്റ്റേബിളാണ്, അതുകൊണ്ട് പേടിക്കാനില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ബാക്കു, അത് കുഴപ്പമില്ല, ഞങ്ങളെല്ലാം സിയൂണിൻ്റെ ഫ്രണ്ട്സാണ്. അവൻ്റെ അമ്മ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ അവനുമായുള്ള കൂട്ടുകെട്ട് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്, പ്ലീസ്. ശേഷം ബെയ്ക്ക് ആ റെക്കോർഡ് ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു പേജ് മിസ്സിംഗ് ആണെന്ന് മനസ്സിലാവും. അവരത് തിരിച്ചു മേടിച്ചെങ്കിലും ആ ഒരു പേജ് ജൂൺ നേരത്തെ കീറി കൈക്കലാക്കിയിരുന്നു. അവരെ പോയി കണ്ടുപിടിക്കടാന്ന് പറയും. ശേഷം ബാക്കു അവൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവൻ്റെ അച്ഛൻ വായോ ഫുഡ് കഴിക്കാമെന്ന് പറയും. വീട്ടിലെത്തുമ്പോഴല്ലേ നേരാവണ്ണം ഫുഡൊക്കെ കഴിക്കൂ. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. എന്നിട്ട് ആ പണം തിരിച്ചു കൊടുത്ത്, ഞാൻ പണമൊന്നും ചോദിച്ചില്ലല്ലോ, ഇതെവിടുന്നാണ് കിട്ടിയേ, തിരിച്ചു കൊണ്ടു കൊടുക്ക് എന്ന് പറയും. പിന്നെ നിൻ്റെ ഫ്രണ്ട്സ് ഇവിടേക്ക് വന്നിരുന്നു. അതിലൊരുത്തൻ വന്ന് എന്നെ കുറേ ഉപദേശിച്ചു. നിൻ്റെ ഫ്രണ്ട്സിനെയൊന്നും നീ വിട്ട് കളഞ്ഞേക്കരുത്, അവസാനം വരെ അവരെ കൂടെ ഉണ്ടാകൂ. ബാക്കു താൻ കാരണമാണ് അവൻ ഇങ്ങനെ കിടക്കുന്നത് എന്ന കുറ്റബോധത്തിലിരുന്ന് കരയാൻ തുടങ്ങും. ശേഷം ആ കീറിയ പേജ് ജുണ്ണിൻ്റെ അടുത്തുണ്ടാകും. എന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവർ, നീ പറയുന്നത് ഇതൊക്കെ മോഷ്ടിച്ച വണ്ടികളുടെ ലിസ്റ്റ് ആണെന്നാണോ? അവരുടെ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് വല്ലതും ഉണ്ടോ? അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ കുറച്ച് പാടായിരിക്കും അന്വേഷിക്കാൻ. ഈ ഡോക്യുമെൻറ്റ്സ് സേഫായി ഞങ്ങൾ എടുത്തു വെച്ചോളാം, നീ ഇപ്പോൾ വീട്ടിലേക്ക് പൊക്കോ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോഴേക്കും ജൂൺ പേപ്പർ തിരിച്ചെടുത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് യൂണിയനിലെ പയ്യന്മാർ അവനെ വളയും. നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയല്ലേ, നിൻ്റെയിൽ ആ ലിസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയും. ശേഷം ജുണ്ണിനെ അവർ പിടിച്ച് കുറേ അടി കൊടുത്ത് ആ പേപ്പർ കത്തിക്കും. വെറും ഒരു കടലാസ് കൊണ്ട് ഞങ്ങളെ തളർത്താൻ കഴിയില്ലെന്ന് ബെയ്ക്ക് ജുണ്ണിനോട് പറയുന്നു. പക്ഷേ ജൂൺ, അപ്പോൾ പിന്നെ എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കും. കാരണം ആ ഡോക്യുമെൻറ്റ്സിലെ ഫോട്ടോ അവൻ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ആ പേജിലെ തൻ്റെ കൈവശമുള്ള ഫോട്ടോസ് കളയാൻ ബെയ്ക്ക് ജുണ്ണിനോട് പറയുന്നു. പക്ഷേ ജുൺ പറയും, സിയൂൺ, ഹ്യൂൺ, ബാക്കു ഇവരെൻ്റെ ഫ്രണ്ട്സാണ്, തൻ്റെ സുഹൃത്തുക്കളെ വെറുതെ വിട്ടാൽ മാത്രമേ താനിത് ഇല്ലാതാക്കൂ എന്ന് പറയും. ബെയ്ക്ക്, അങ്ങനെയാണെങ്കിൽ നീ അവിടെ കിടന്ന് മരിച്ചോ എന്ന് പറയും. എന്നിട്ട് ജുണ്ണിനെ പുതിരെ തല്ലാൻ തുടങ്ങും. ഇതവിടെ ഇരുന്ന് സിയോങ് ജെ കാണുന്നുണ്ടാവും. ഇതെന്താടാ ഇവിടെ ഒരു ബഹളം, നിനക്കൊന്നും ഉറക്കൂയില്ലേ? അപ്പോൾ ഇവനല്ലേ യൂണിയൻ വിട്ട് പോയത്, പിന്നെന്താ ഇവിടെ എന്ന ഡൗട്ടിലായിരിക്കും അവർ. അവൻ ജുണ്ണിനോട്, ഇവർ പറയണ പോലെ ചെയ്യാനാണോ അതോ ഇവിടെ കിടന്ന് ചാവാനാണോ നിൻ്റെ തീരുമാനം? അപ്പോൾ ഞാൻ പറയില്ലടാ എന്ന് പറയും. പെട്ടെന്ന് തന്നെ അതിലൊരുത്തൻ്റെ മോന്തക്കിട്ട് കൊടുക്കും സിയോങ്. ശേഷം ജുണ്ണിൻ്റെ അടുത്തേക്ക് ബാക്കുവും ഹ്യൂണും ഓടിയെത്തും. അവിടെ എത്തുമ്പോൾ അവർ കാണുന്ന കാഴ്ച ജുണ്ണിനെ ഒരു സോഫയിലിരുത്തി ബാക്കിയുള്ള എല്ലാത്തിനെയും മുട്ടുകുത്തിച്ച് ഇരുത്തിച്ചിട്ടുണ്ടാകും സിയോങ് ജെ. എന്നിട്ട് അവർ ജുണ്ണിനെ അവിടുന്ന് കൊണ്ടുപോകുന്നു. പോകുന്നതിനിടയിൽ ബാക്കു, ഞാനിത് നിന്നോട് പറയുമെന്ന് വിചാരിച്ചതല്ല, താങ്ക് യു എന്ന് പറയും. സിയോങ്, തേങ്ങാക്കൊല, ആ യൂൻജോങ് സ്കൂളിലെ ഏറ്റവും വലിയ നായയാണ് നീ,
ആ നീയുള്ളപ്പോൾ ഇവനിവിടെ കിടന്ന് അടി വാങ്ങുന്നത് ശരിയല്ലെന്ന് തോന്നി. ബാക്കു: അതെ, നീ പറഞ്ഞത് ശരിയാ, താങ്ക് യു എന്ന് വീണ്ടും പറഞ്ഞ് അവൻ പോകുന്നു. ശേഷം ബെയ്ക്കിനെ വിളിച്ച് സിയോങ് ഇങ്ങനെ അവൻ്റെ ആളുകളെ അടിച്ച കാര്യം ബെയ്ക്കിനോട് പറയും. അവൻ അവിടെ എത്തുമ്പോൾ അവിടെ അവൻ്റെ ബോസ് ഇരിക്കുന്നുണ്ടാവും. ഞാൻ ഇവരെ കുറച്ച് മര്യാദ പഠിപ്പിക്കുകയായിരുന്നു. നീ കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞു, അതാണ് ഇവരോട് ചോദിക്കാമെന്ന് വെച്ചത്. ആ 3 പയ്യന്മാരെ പിടിക്കാൻ ഇവന്മാരെ കൊണ്ട് പറ്റിയില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് ബെയ്ക്ക് പറയുമ്പോൾ ബോസ് ചൂടാവും. നീ ഇവരെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ തോറ്റുപോയി. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ പറഞ്ഞ പണി ചെയ്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറയും. ശേഷം അവർ ജൂണിനെയും കൊണ്ടവിടുന്ന് പോകുന്നു. നിന്നെ എങ്ങനെ അവർ പിടിച്ച്? ആ ഡോക്യുമെൻറ്റ്സിലെ പേപ്പർ കീറിയിട്ടുണ്ടായിരുന്നു. അത് പോലീസിൽ ഏൽപ്പിച്ചപ്പോൾ അയാൾ ഒറ്റിയതാ. സോറി. അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറയും. ശേഷം ബാക്കു ഒരു മെഗാഫോൺ സ്പീക്കറുമായി ബേക്ക് പഠിക്കുന്ന സ്കൂളിൻ്റെ മുമ്പിലേക്ക് ചെല്ലും. അതിൽ നിന്ന് ഹോൺ മുഴക്കി എല്ലാത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചു പറ്റും. അതിലൂടെ ബേക്കിനെ ആയിരിക്കും അവൻ വെല്ലുവിളിക്കുന്നത്. വാടാ, വന്നെൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യ്. ഏത് ദിവസം വേണമെന്ന് നീ തീരുമാനിക്ക്. ഇതിൽ ഞങ്ങളുടെ യൂൻജാങ് സ്കൂൾ ജയിച്ചാൽ നീ നിൻ്റെ പരട്ട യൂണിയൻ പിരിച്ചു വിട്ടേക്കണം, മനസ്സിലായോടാ എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. എന്നിട്ട് ഹ്യൂണിനെ വിളിച്ച് ഡാ, യൂൻജാങ് സ്കൂൾ യൂണിയനുമായി ഫൈറ്റ് ചെയ്യാൻ പോവാണ് എന്ന കാര്യം പറയും. ശേഷം അവരുടെ സ്കൂളിൽ ബാക്കു യൂണിയനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അതിന് കുറച്ച് ആൾക്കാരെ വേണം. ഇത് കേൾക്കുന്ന പലർക്കും ഇതത്ര നല്ല ഐഡിയ ആയി തോന്നില്ല. ഹ്യൂൺ ഒരു മൈക്കിലൂടെ നിങ്ങളെല്ലാവരും സംഭവം കേട്ട് കാണുമല്ലോ, ഇത് നമുക്ക് ആ യൂണിയനെ ഇല്ലാതാക്കാനുള്ള അവസാന ശ്രമമാണ്. നമ്മൾക്കെന്താ കിട്ടിയത് അത് നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ കൂടെ നിൽക്കണം. ബെയ്ക്ക് അവൻ്റെ ആളുകളോട് ഞാൻ ഈ കളിയിൽ തോക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കും. അവിടെ ബാക്കു സ്പ്രേ വെച്ച് ഇവിടെ തല്ലുകൂടരുത് എന്ന് എഴുതി കൊടുത്ത് യൂൻജാങ് തിരിച്ചടിക്കും എന്ന് എഴുതി വെച്ചിട്ട് അവിടുന്ന് പോകും. ശേഷം ബാക്കു സിയൂണിൻ്റെ അടുത്തേക്ക് ചെല്ലും. താൻ കാരണം അനുഭവിക്കേണ്ടി വന്ന സിയൂണും ഹ്യൂണും ജൂണും അതിൻ്റെ ഒരു കുറ്റബോധം അവനുണ്ടാകും. ആ സമയത്ത് അവൻ്റെ അമ്മ വരും. ബാക്കു സോറി ചോദിച്ച് പോകുമ്പോൾ അമ്മ ഞാൻ അന്ന് അങ്ങനൊക്കെ പറഞ്ഞതിൽ സോറി, നീ സിയൂണിനോടൊരു ഹായ് പറഞ്ഞേക്ക് എന്ന് പറയും. അങ്ങനെ അവൻ സിയൂണിനെ കയറി കാണും. ഡോക്ടർ പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞത്, ഇതവൻ ഉറങ്ങുകയാണ്. ആ ട്രക്ക് ശക്തിയായി ഇടിച്ചിട്ടൊന്നുമില്ല. അവൻ ആ സമയം നെർവസായി ആ ഷോക്കിൽ തല ചുറ്റി വീണതാ. മനസ്സിൽ സിയൂൺ ബോക്സിംഗ് റിങ്ങിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കും. അവൻ സിയോക്കിനോട് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിനക്ക് എന്നേക്കാളും വലുത് യാങ്സു ആണോ എന്ന് ചോദിക്കും. എന്നിരുന്നാലും സിയൂൺ ഉണർന്ന് തൻ്റെ പുതിയ സുഹൃത്തുക്കളെയും യാങ്സുവിനെയും തിരികെ കൊണ്ടുവരാൻ ഉറച്ച തീരുമാനമെടുക്കുന്നു. അവൻ ഉണരുകയാണ്. അവൻ്റെ അമ്മ ഡോക്ടറിനെ വിളിക്കാനായി ചെല്ലും. അവൻ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് യാങ്സുവിനെ ആയിരിക്കും. ബാക്കു അവനെ തടഞ്ഞു നിർത്തി യാങ്സുവിന് സുഖമാണെന്ന് പറയുന്നു. അവനിപ്പോൾ കുഴപ്പമില്ലെന്ന് പറയും. എന്നിട്ട് സിയൂൺ നേരെ യാങ്സുവിൻ്റെ അടുത്തേക്ക് ചെല്ലും. വൈകിയതിന് അവൻ ക്ഷമ ചോദിക്കുന്നു. സുഹൃത്തുക്കളെ അഭിനന്ദിക്കാനും നല്ല സമയം ആസ്വദിക്കാനും യാങ്സു പഠിപ്പിച്ചത് മറന്നുപോയതിനും അവൻ ക്ഷമ ചോദിക്കുന്നു. യാങ്സു തനിക്ക് വേണ്ടി ചെയ്തത് തൻ്റെ പുതിയ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്യണമെന്ന് അവൻ വിചാരിക്കുന്നു. അവിടെ അവൻ്റെ പുതിയ ഫ്രണ്ട്സ് അവനെ കാത്തിരിക്കുന്നുണ്ടാവും. അവർ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയും. ജൂൺ നിനക്കെന്തേലും പറ്റിയെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. ബാക്കു ദേ നമ്മുടെ സിയൂൺ തിരിച്ചു വന്നു, ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, ഇനിയൊന്നും പേടിക്കാനില്ല. അവർ സംസാരം വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോഴും പക്ഷേ ബേക്ക് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് സിയൂൺ ചോദിക്കുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.